മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബലാത്സംഗ കേസിൽ 9ാം ദിവസവും ഒളിവിൽ തുടർന്ന പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് രാഹുലിന്റെ നീക്കം. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ എജി പൂങ്കുഴലി അന്വേഷണം നടത്തും. ബംഗളൂരുവിലുള്ള പരാതിക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് നീക്കം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആദ്യം ഡാൻ, ഏത് തരത്തിലാണ് രാഹുലിന്റെ നീക്കങ്ങൾ എന്നുള്ള വിവരമാണ് വരുന്നത്? പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യം പോലും രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ 9ാം ദിവസവും ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് രാഹുൽ നടത്തുന്ന ആ നിയമ നീക്കങ്ങൾ ഏത് തരത്തിലാണ്? അഭിഭാഷകന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഉയർത്തിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നുവെന്നൊരു വാദം എത്ര കണ്ട് ഉന്നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം അത് വെറുമൊരു ആരോപണം മാത്രമായി തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതൃത്വം. കാരണം പാർട്ടിക്ക് ഈ ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ ആ ആരോപണ വിധേയനെതിരെ ചെയ്യാൻ കഴിയുന്ന പരമാവധി നടപടി തന്നെ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്, നിയമപരമായി മുമ്പോട്ട് പോകേണ്ടത് സർക്കാരാണ്, അല്ലെങ്കിൽ പോലീസ് സംവിധാനമാണ്. രാഹുൽ ഇത്രയും ദിവസം ഒളിവിൽ കഴിയുന്നത് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അനാസ്ഥയാണെന്നൊരു വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി അടക്കം നടത്തിയിരിക്കുന്ന പ്രസ്താവനകളിലൂടെ. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും രഹസ്യമായി പാർട്ടിയിലെ ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചില ഇടപെടലുകൾ നടത്തുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പല പാതകളിലൂടെ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്ന വാദം പോലീസ് പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കർണാടകയിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ തുടർച്ചയായി രാഹുൽ അവിടെ തന്നെയാണ് ഈ ഒളിവിൽ കഴിയുന്നത്. കാരണം പുറത്തേക്കിറങ്ങിയാൽ ദേശീയ മാധ്യമങ്ങളടക്കം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലെ ആരോപണ വിധേയൻ അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരസ്യമായി ഏതെങ്കിലും ഒളിത്താവളങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് തന്നെയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മറ്റാരുടെയോ കൈവശം ഇരുന്ന് പല സ്ഥലങ്ങളിൽ അത് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്ത് അന്വേഷണ സംഘത്തെ മിസ്ലീഡ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന ഒരു വിലയിരുത്തലാണ് SIT ഉള്ളത്. കാരണം ഇന്നലെ സുള്ളിയിലാണ് അവസാനമായി ഈ ഫോൺ ഓണായിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റിലധികം സമയം ഈ ഫോൺ ഓണായിരുന്നു. പക്ഷെ അതിലേക്ക് ഫോൺ കോൾ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് തന്നെയാണ് ഈ ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം ഇല്ല എന്ന ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് അന്വേഷണ സംഘം അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കാരണം കൊണ്ടാണ്. എന്തായാലും സമഗ്രമായ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി ഉന്നയിച്ച യുവതിയുടെ ആരോപണങ്ങളിലെ പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ആസ്ഥാനത്തെ AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിരിക്കുന്ന അടിയന്തരമായി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഇവർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് എത്രയും പെട്ടെന്ന്, ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടാമത്തെ കേസിലെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകും. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോസിക്യൂഷന് വാദമുഖങ്ങൾ ശക്തമായി ഉയർത്തണമെങ്കിൽ ഈ യുവതിയുടെ മൊഴിക്ക് നിയമസാധുത കൈവരണം. അതിനാദ്യം അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർന്ന് അവരെ കൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് അഥവാ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യ മൊഴി കൂടി കൊടുക്കാൻ സന്നദ്ധയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് കൂടി വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നൽകിയത് ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആജ്ഞ, മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമ്പോൾ നിയമപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കൂടിയാണ് രാഹുൽ ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്? ഏത് തരത്തിൽ കാണുന്നു നിയമവൃത്തങ്ങൾ? ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് നാളെയാണ് ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി നീക്കിവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത ഏറെ. അതുകൊണ്ടും അതിനൊപ്പം ഒരു നോട്ട് ടു അറസ്റ്റ് കൂടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം നിർണായകമാണ്. കഴിഞ്ഞ 9 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. അതിന് കോൺഗ്രസ് ഉൾപ്പെടെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാണ്. പോലീസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം ലഭിക്കുന്നു. ഇത്തരത്തിൽ പോലീസിന് കൂടി ശക്തമായ വിമർശനം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബലാത്സംഗ കേസും
നിർബന്ധിച്ച് ചിത്രം നടത്തി എന്നുള്ളതുമാണ് ഇതുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടിരിക്കുന്ന എഫ്ഐആർ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അതിജീവിതം നേരിട്ട് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ പോലീസ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുത്തോളുമെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ ഇത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. 9 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്നുള്ള കാര്യവും പോലീസിനെതിരെ ശക്തമായ വിമർശനമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിലും ഉന്നതനായതുകൊണ്ടും തെളിവുകൾ നശിപ്പിക്കേണ്ട സാധ്യതയുള്ളത് കൊണ്ടും ജാമ്യം നൽകാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. നേരിട്ട് ഹൈക്കോടതിയിൽ ജാമ്യത്തിനായി സമീപിക്കുന്ന ഒരു സാഹചര്യം ആദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ജാമ്യ ഹർജികൾ സെഷൻസ് കോടതി വഴി പരിഗണിക്കണം, അതിനുശേഷമേ ഹൈക്കോടതിയിൽ എത്താവൂ എന്നുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയെ സമീപിക്കുകയും സെഷൻസ് കോടതി ഈ ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതും തുടർന്നിപ്പോൾ ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ജാമ്യം ലഭിക്കാനുള്ള ഹർജി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അഡ്വക്കേറ്റ് എസ് രാജീവാണ് ഈ കേസ് ഹർജി കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിനിധീകരിച്ച് കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യമുള്ളത്. എന്തായാലും നാളെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഹർജി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. നാളെ ഈ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയാവും. അതേസമയം കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാകുമെന്നൊരു അഭ്യൂഹം പരന്നിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാതെ നേരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന നീക്കമാണ് ഉണ്ടായത്.